ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ചപ്പീസ് കിച്ചൻ. ഇന്ന് ഞാൻ ചമ്മന്തി കൊണ്ടുള്ള ഉണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടി ഞാനൊരു തേങ്ങ ചിരവിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ തേങ്ങ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള സവാളയാണ്. ചെറിയുള്ളി ആണെങ്കിൽ ചെറിയുള്ളി എടുത്ത് കൊടുക്കാം. ഞാനിപ്പം വലിയ ഉള്ളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നത് അരച്ചെടുക്കാം. ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ ചമ്മന്തി റെഡിയാക്കുന്നില്ല അതുപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ എൻ്റെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതോ ഒരു 3-4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച ചമ്മന്തി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫുള്ള് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറേയൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ മിക്സിയുടെ ജാറിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് മിക്സി ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നിത് കുറുക്കിയെടുക്കുക. ഈ വെള്ളമൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. എന്നിട്ട് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നല്ല ടേസ്റ്റാണ് ഈ ഒരു മസാലക്ക്. നമ്മൾ ചമ്മന്തി ഉണ്ടാന്ന് പറയും. നമ്മളിത് മീനിട്ടിട്ട് റെഡിയാക്കും. പക്ഷേ ഞാനിപ്പോൾ മീനിട്ടിട്ടല്ല, വെറും ചമ്മന്തി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നൊരു ഉണ്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും. മീനോ ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാനിതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. ഈ ഉണ്ട അധികം ആൾക്കാർക്കും അറിയാവുമായിരിക്കും. ഞാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിത് തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. എല്ലായിടത്തും ആവുന്ന തരത്തിൽ നന്നായിട്ട് മിക്സ് ആക്കുക. ഈ കടുകും കൂടി ചേർത്തതിന് ശേഷമാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഉണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിന് വേണ്ടി ഇതാ ഞാൻ 2 കപ്പ് അരി, പുഴുങ്ങലരി നല്ല ചൂടുവെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ കുതിർത്തിയിട്ട് കഴുകിയെടുത്തതാണിത്. അത് ഇനി ഒന്നിത് അരച്ചെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു തേങ്ങയുടെ പകുതിയോ, പിന്നെ ഒരു ചെറിയ സവാള, പിന്നെ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇതെല്ലാം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ചേർത്തിട്ട് ഈ അരി അരക്കുമ്പോൾ ഈ ഉണ്ടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതാ അതെല്ലാം ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ അരി 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഫുള്ളും ഒന്നിച്ച് അരയ്ക്കാൻ പറ്റില്ല. ഞാൻ ഈ അരിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് അരച്ചെടുക്കുന്നത്. എന്നാലും നമുക്ക് ഇത് പൊടിയിട്ടിട്ട് കുഴക്കുകയേ വേണ്ടൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ബാക്കിയും കൂടി അരച്ചെടുക്കുകയാണ്. ഫസ്റ്റ് അരച്ചെടുത്ത് കുറച്ച് ലൂസായിപ്പോയി. അത്ര ലൂസായിട്ട് വേണ്ട, കുറച്ച് കട്ടിക്ക് അരച്ചെടുത്താൽ നമ്മൾ കുറച്ച് പൊടിയേ ഇതിൽ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ച് അരിപ്പൊടി മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ രണ്ടാമത് അരക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഇതിലേക്ക് നമുക്ക് പത്തലിൻ്റെ പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി, അത് കുറച്ചിട്ടിട്ട് നമുക്കൊന്നിത് ടൈറ്റാക്കി എടുക്കാം. ഉപ്പ് ഞാൻ ഫസ്റ്റ് ചേർത്തത് കൊണ്ട് ഉപ്പ് ചേർക്കേണ്ടതില്ല. ഇത് കുഴച്ചെടുത്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ കറക്റ്റ് ഉപ്പ് തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ട റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിതാ കുറച്ച് അരി എടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ കുറച്ച് ഞാൻ ഓയിൽ തടവിയിട്ടുണ്ട്. ഇനി ഇതാ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അധികം തടിയിൽ പരത്തിയെടുക്കരുത്, അന്നേരം ഉണ്ട നമ്മൾ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. വെറും അരി തന്നെ കടിക്കുന്ന പോലെ ഉണ്ടാവും. ഇനി ഇതാ പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഈ മസാല വെച്ച് കൊടുക്കുക. ഞാനിതിൽ 1.5 സ്പൂണ് മസാല വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇല്ലേ, എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമുക്ക് ഫുള്ളും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത്. നമുക്ക് ബാക്കിയും കൂടി ഫുള്ള് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഉണ്ട ഉരുട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ടിത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഉണ്ട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഉണ്ടയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല ടേസ്റ്റുള്ള ഉണ്ടയാണ്. മീനോ ഇറച്ചിയോ ഒന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.